Hi children, here we discuss phylum Ctenophora. Phylum Ctenophora is a non-chordate invertebrate and it's a important features, two important features, remarkable features. One is comb plates and the other one bioluminescence. ഈ രണ്ട് കാര്യം കൊണ്ട് മാത്രം നമുക്ക് ടിനോഫോറ എന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫൈലം ടിനോഫോറ, ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം വിച്ച് ആർ ദ ജനറൽ ക്യാരക്ടേഴ്സ്. പൊതുവെ മറ്റുള്ളവർക്കും കാണും ഇവർക്കും കാണും, അതാണ് ജനറൽ ക്യാരക്ടേഴ്സ്. ദേ ആർ ഹാബിറ്റാറ്റ് എക്സ്ക്ലൂസീവ്ലി മെറൈൻ. നമുക്കറിയാം മെറൈൻ കടൽ വെള്ളം അല്ലേ, സീ വാട്ടറിൽ കാണുന്ന ജീവികൾ ഇവർ മാത്രമല്ല വേറെയും കുറേ പേര് കാണും, പക്ഷെ ഇവരും കടലിലാണ് കാണാം. ഇവരുടെ പ്രത്യേകത എക്സ്ക്ലൂസീവ്ലി മെറൈൻ. ഇതുവരെ ഫ്രഷ് വാട്ടർ ഫോംസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദേ പ്രസൻറ്റ് ഓൺലി ഇൻ സീ വാട്ടർ. ആൻഡ് വൈ ദ അതർ നെയിം സീ വാൾനട്ട്, അതിൻ്റെ ഷേപ്പിൽ നിന്ന് കിട്ടിയ പേരാ സീ വാൾനട്ട്, ഗൂസ്ബെറി എന്നൊക്കെ പറയും. ആൻഡ് കോംബ് ജെല്ലീസ് എന്നൊക്കെ അതിൻ്റെ വേറെ പേരാണ്. അപ്പോൾ വിച്ച് ആർ കോമൺലി നോൺ ആസ് കോംബ് ജെല്ലീസ്? ഫൈലം ടിനോഫോറ. ആനിമൽസ് ഇൻ ഫൈലം ടിനോഫോറ കോമൺലി നെയിംഡ് ആസ് കോംബ് ജെല്ലീസ്. ദെൻ ഹാബിറ്റ്, എന്താ അവരുടെ ഒരു പ്രത്യേകത? ദേ ആർ ഫ്രീ സ്വിമ്മിങ്. വെറുതെ ഇങ്ങനെ വെള്ളത്തിലല്ലേ, അപ്പം ഇങ്ങനെ സ്വിം ചെയ്ത് നടക്കന്നെ. ആൻഡ് ട്രാൻസ്പാരൻറ്റ് റൗണ്ടഡ് ബോഡി, കണ്ട അതിൻ്റെ ഉള്ളിലത്തെ പാർട്സ് വരെ പുറത്തേക്ക് കാണും, അത്രയ്ക്ക് ട്രാൻസ്പാരൻറ്റഡ് ആയ റൗണ്ടഡ് ബോഡിയാണ് അവർക്ക് കാണുന്നത് മോസ്റ്റ് പ്രോബബിളി. ചിലർക്ക് ഓവൽ ഷേപ്പും കാണും. ദെൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ, മസിൽസ് ആൻഡ് നെർവ് സെൽസ് പ്രസൻറ്റ്, ടിഷ്യൂസ് പ്രസൻറ്റ്. ഇവരുടെ മസിൽ ടിഷ്യൂ കുറച്ചുകൂടി വെൽ ഡെവലപ്ഡ് ആണ് നിഡേറിയേക്കാൾ. സിമെട്രി, റേഡിയൽ സിമെട്രി പ്രസൻറ്റ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് കേട്ടോ, റേഡിയൽ സിമെട്രി. എന്നാൽ കുറേ സ്റ്റഡീസൊക്കെ പറയുന്നത് ഇവരുടെ ഈ പ്രത്യേക ഷേപ്പ് കൊണ്ട് ദേ കനോട്ട് പ്രൊഡ്യൂസ് മിറർ ഇമേജസ്, ഹെൻസ് റൊട്ടേഷണൽ സിമെട്രി ഓർ ബൈറേഡിയൽ സിമെട്രി പ്രസൻറ്റ് എന്നും പറയുന്നുണ്ട്. ദെൻ ബോഡി പ്ലാൻ, ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ പ്രസൻറ്റ്. Their cells are distributed, arranged like a blind sac body plan. Blind sac body plan നമ്മൾ പറഞ്ഞു ഹാവിങ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് വിത്ത് സിംഗിൾ ഓപ്പണിംഗ് മൗത്ത്. പക്ഷെ ഈ ജീവികൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നിഡേറിയേക്കാൾ. കാരണം ഇവർക്കൊരു ഓറൽ എൻഡും ഒരു എബോറൽ എൻഡും ഉണ്ട്. അപ്പോൾ ഓറൽ എൻഡ് മൗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർക്കൊരു എയ്നൽ പോർഷൻ കാണാൻ സാധിക്കും, അത്രയ്ക്ക് കാര്യമായി ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിലും. ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ പ്രസൻറ്റ്. നോക്കൂ, ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റാണിത്, കണ്ടോ വന്ന്. പിന്നെ ഇവിടെയൊക്കെ കാണുന്നത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ബ്രാഞ്ചസ്. അപ്പോൾ ഇൻഡസ്ട്രൈനൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ്, ആകെ ഒരു ബ്രാഞ്ചിങ് ഇൻഡസ്ട്രൈനും ഒക്കെ ഇവർക്ക് കാണാനും പറ്റും. അതുകൊണ്ടാണ് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ എന്ന് പറയണേ. അതായത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വഴി കിട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ദെൻ the body condition, that is diploblastic. രണ്ട് ലെയർ തന്നെയാണ് ഇവിടെയും ബോഡി വാൾ, എക്ടോഡേം എൻഡോഡേം. ഇടയിലുള്ള മീസോഗ്ലിയ ഈസ് മച്ച് മോർ തിക്കർ ആൻഡ് ഹിയർ പ്രസന്റ് certain muscle cells which are well developed, but they consider as two germ layered condition, that is diploblastic. Okay, then ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബോഡി വാളിൻ്റെ ഇടയിലൊന്നും സ്പേസ് ഇല്ല, അപ്പോൾ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ്. അപ്പോൾ ദിസ് ഗ്രൂപ്പ് ഓൾസോ ബിലോങ്സ് ടു എസീലോമേറ്റ്. ഓക്കെ, ഇവിടെ കണ്ട കോംബ് പ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആട്ടോ, അത് ഇതിൻ്റെ മുകളിൽ കണ്ട അങ്ങനെ ചീർപ്പൊട്ടിച്ച് വെച്ച പോലെ ഇരിക്കണില്ലേ. ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ വിത്ത് സീലിയ. ഓക്കെ, നമുക്ക് നോക്കാം. ന്യൂട്രിഷൻ. ന്യൂട്രിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു, ദേ ആർ കാർണിവോഴ്സ്, ഫീഡ് ഓൺ പ്ലാങ്ക്ടൺസ്, ഡൈജഷൻ ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയ ആ പ്ലാങ്ക്ടൺസിനെ അത് ഈ രണ്ട് ടൈപ്പ് ഡൈജഷൻ കൊണ്ടാണ് ദഹിപ്പിക്കുന്നത്, എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ.
പിന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ കോംബ് പ്ലേറ്റ്. വാട്ട് ആർ ദ കോംബ് പ്ലേറ്റ്സ്? ദേ ആർ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ഓൺ ദ സർഫസ്. 8 വരിയായിട്ട് ഇങ്ങനെ ചീർപ്പൊട്ടിച്ച് വെച്ച പോലെ കാണും സീലിയേറ്റഡ് സ്ട്രക്ചേഴ്സ്. എന്താണ് ഫങ്ഷൻ? ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. അപ്പോൾ സീലിയ ലോക്കോമോട്ടറി ഓർഗനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജീവികൾ എന്ന് വേണമെങ്കിൽ ടീനോഫോറേനെ പറയാം. നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം വിത്ത് സീലിയ, പാരമീസിയം പഠിച്ചിട്ടുണ്ട്. അതുപോലെ സീലിയ കൊണ്ട് ആണ് ഇവരും ലോക്കോമോഷൻ നടത്തുന്നത്. ആ സീലിയ കാണുന്നത് certain പ്ലേറ്റ്സ്, കോംബ് പ്ലേറ്റ്, 8 റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ്. അതാണ് ഈ ടീനോഫോറയുടെ distinct feature. Another distinct feature, bioluminescence. That means it can emit light, property to emit light. മിന്നാമിന്നി രാത്രിയിൽ തിളങ്ങണ പോലെ കടലിൻ്റെ അഗാധതയിൽ ആ ഇരുട്ടിൽ ഇത് കണ്ടോ തിളങ്ങണത്. That they can emit light, bioluminescence. They having sticky tentacles, a pair of tentacles present in some sticky tentacles. And with this, that the prey can attach and can ingest. Next, reproduction. Which is the type of reproduction? They are hermaphrodites. What mean by sexes are not separate. അതുകൊണ്ട് ഓരോ ടീനോഫോറും produce the sex cells, sperm and ovum, and it is released into the seawater where fertilization is taking place. Hence, fertilization is called external fertilization, taking place outside the body, external fertilization. And that fertilized ovum slowly develops, hatched into larva, and after larval stage it is changed into the adult. അതുകൊണ്ട് which type of development present in Ctenophora? Yes, indirect development present. Then examples. ഈ 2 എക്സാമ്പിളേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന. ഓക്കെ, ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എക്സാമ്പിൾ കോംബ് ജെല്ലി, ആ ഒരു പേരെങ്കിലും ഇവിടെ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത ഫൈലത്തിലേക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ട് അല്ലേ? ഇവര് ചില വേംസ് ആണ്. ഒരു വേമിൻ്റെ ഹെഡാണ്, നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ കാണുന്ന ഒരു വേമിൻ്റെ ഹെഡ് അത് കേട്ടോ. അങ്ങനെ നമുക്ക് നരകം അല്ലെ, ഹെൽ സമ്മാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, പാരസിറ്റിക് ഓർഗാനിസംസ് കൂടുതലുള്ള ഒരു ആനിമൽ ഗ്രൂപ്പാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഹെൽ ഓർക്ക, പ്ലാറ്റി ഹെൽമിന്തസ്. വേറൊരു ഗ്രൂപ്പ് ആഷൽമിന്തസ് ആണ്, പിന്നീട് പഠിക്കാം. ഇന്ന് നമുക്ക് ഇത് നോക്കാം. പ്ലാറ്റി ഹെൽമിന്തസ്. ഇവരുടെ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫ്ലാറ്റ് വേംസ്, എഫ് ഇവിടെ പി ആയിരുന്നു കേട്ടോ, ചിലപ്പോൾ കുട്ടികൾ തെറ്റിച്ച് എഫ് എന്നോട്ട് എഴുതാറുണ്ട്. ഫ്ലാറ്റ് വേംസ്, പരന്നിരിക്കും ഇവര്. ഫ്ലെയിം സെൽസ്, ദേ ആർ ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇവരുടെ ഒരു പ്രത്യേകതയാണത്. അതിൻ്റെ സ്പെഷ്യൽ എക്സ്ക്രീറ്ററി ഓർഗൻ എപ്പോഴും ഓർക്കുകയും വേണം, ഫ്ലെയിം സെൽസ്. ഇനി ഈ 2 ഫീച്ചർ കണ്ടോ, ഇതിൻ്റെ ആൻഡ് എന്ന് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ചേർന്നാലേ ഈ ഗ്രൂപ്പിന്റെ ഫീച്ചർ ആവുള്ളൂ. ഇത് തനിയെ എഴുതിയാൽ ഇതിന്റെ ഫീച്ചർ ആവില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിണ്ടാവും. എസിലോമേറ്റ്, എസിലോമേറ്റ് ഇവർക്ക് മാത്രം കാണുന്നതല്ല. ഇതുവരെയുള്ള എല്ലാ ഫൈലത്തിലും നമ്മൾ എസിലോമേറ്റ് പറഞ്ഞു. എന്നാൽ എസിലോമേറ്റ് കാണുമ്പോൾ തന്നെ അടുത്ത ടൈപ്പ് ഫൈലത്തിന്റെ ക്യാരക്ടറായ ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഇവർ കാണിക്കും. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകതയല്ലേ അത്? ട്രിപ്ലോബ്ലാസ്റ്റിക്കുമാണ് എസിലോമേറ്റുമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കാണുന്ന ആനിമൽ ഗ്രൂപ്പാണ് പ്ലാറ്റി ഹെൽമിന്തസ്. വിച്ച് ആർ ദ ജനറൽ ഫീച്ചേഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലാറ്റ് എൻഡ് ബോഡി, അതുകൊണ്ടാണ് ഫ്ലാറ്റ് വേംസ് എന്ന് പറഞ്ഞത്. ദെൻ എക്സാമ്പിൾ ആണിത്. ഇത് കണ്ടോ, പ്ലനേറിയ. നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുള്ള പരിചയമുള്ള ഒരു ആളാണ് പ്ലനേറിയ അല്ലേ? ഒരു ട്രയാങ്കുലർ ഹെഡും 2 കണ്ണും ഒരു ഡോർസൽ സൈഡും കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗമാണിത്. ഇത് അടിഭാഗം താഴെ കാണും. ഓക്കെ, ദേ ആർ മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ്. പക്ഷേ ഈ പ്ലനേറിയ ആരാ? ഫ്രീ ലിവിങ് ആണ്. കെട്ടിക്കിടക്കുന്ന വല്ല ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ചെളിയൊക്കെ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ പ്ലനേറിയയുടെ മൂവ് ചെയ്യുന്നത് കാണാം. പ്ലനേറിയ. ഓക്കെ, ദെൻ ഹാബിറ്റ്.
പാരസൈറ്റ് ആണല്ലോ കൂടുതൽ പങ്കും കാണുന്നത്. അതുകൊണ്ട് അവരുടെ ഹാബിറ്റ് പറഞ്ഞാൽ ദേ ആർ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ആർ പ്രസന്റ്. വിച്ച് ആർ ദ പാരസിറ്റിക് അഡാപ്റ്റേഷൻ? അറ്റാച്ചിങ് ഓർഗൻസ് ലൈക്ക് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് തുടങ്ങിയ ചില അറ്റാച്ചിങ് ഓർഗൻസ് അവർക്ക് കാണും. ദിസ് ഈസ് വൺ പാരസിറ്റിക് അഡാപ്റ്റേഷൻ. അനദർ വൺ ടഫ് ക്യൂട്ടിക്കിൾ. അതിൻ്റെ തൊലിയുടെ പുറമെ ടഫ് ക്യൂട്ടിക്കിൾ കാണും ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ഹോസ്റ്റ് എൻസൈം. അത് കാണുന്ന ആ ഹോസ്റ്റിൻ്റെ എൻസൈം വെച്ച് അത് ഡൈജസ്റ്റ് ആയി പോകാതിരിക്കാനാണ് ഈ ടഫ് ക്യൂട്ടിക്കിൾ. ആൻഡ് ദേ ഹാവിങ് എബിലിറ്റി ഫോർ എനറോബിക് റെസ്പിറേഷൻ. അധികം ഓക്സിജൻ ഇല്ലാത്ത എൻവയോൺമെന്റിൽ വേണ്ടേ ജീവിക്കാൻ, മറ്റുള്ള ഹോസ്റ്റിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ. അതുകൊണ്ട് ദേ അഡോപ്റ്റ് എനറോബിക് റെസ്പിറേഷൻ. പിന്നെ ആകെയുള്ള ഒരു പണി എന്താ? നല്ലോണം ഭക്ഷണം കഴിക്കുക, ധാരാളം കുട്ടികളെ ഉണ്ടാക്കുക, ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന ഹെഡിങ്ങിൽ എഴുതി വെച്ച് പഠിക്കണം. ഇനി ഇവരുടെ ഒരു പ്രത്യേക രീതി എന്താന്ന് വെച്ചാൽ, ഈ ഫൈലം തൊട്ടാണ് നല്ലൊരു ഹെഡ് പോർഷൻ, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് പോർഷൻ കാണുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ഒരു തല, ട്രയാങ്കുലർ ഹെഡ്, ഒരു ഹെഡ് എൻഡ് ആദ്യമായിട്ട് കൃത്യമായി കാണാൻ തുടങ്ങിയത് ഇവര് തൊട്ടാ. നമ്മൾ ടിനോഫോറേനെ ബോർഡ് പോലെ ഇരുന്ന ജീവിന്ന് ഒരു ഹെഡ് റീജിയൻ സിഫലൈസേഷൻ കാണാൻ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് പ്ലാറ്റിഹെൽമിന്തസ്. നെക്സ്റ്റ് ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ എന്ന് വെച്ചാൽ എന്താ? ഈ ഗ്രൂപ്പിൽ കുറച്ച് ഡിഫറെൻറ്റ് ഓർഗൻസ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫാരിങ്സ്, സ്റ്റൊമക്ക് ആമാശയം, ഇൻഡസ്റ്റൈൻ കുടല്, ഗൊണാഡ്സ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഓവറി, ടെസ്റ്റിസ് പഠിച്ചിട്ടില്ലേ? അണ്ടാശയങ്ങൾ, വൃഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൊണാഡ്സ്. പിന്നെ നമ്മളിത് നേരത്തെ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചു. ഏതാ? ഫ്ലെയിം സെൽസ്, എക്സ്ക്രീറ്ററി ഓർഗൻ. സ്പെഷ്യലായിട്ടുള്ള ഇവരുടേത് മാത്രമായ ഒരു ടൈപ്പ് എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഫ്ലെയിം സെൽസ്. ദേ ആർ ഡിഫറെന്റ് ഓർഗൻസ് പ്രസന്റ്. അപ്പൊ റൈറ്റ് സം എക്സാമ്പിൾസ് ഓഫ് ഓർഗൻസ് പ്രസന്റ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ്. Okay, that is why they are known as organ level organization present among them. Next is symmetry. Which type symmetry? They കണ്ട ആദ്യമായിട്ട് കൃത്യമായി ബൈലാറ്ററൽ സിമെട്രി. ഈ ബൈലാറ്ററൽ സിമെട്രി കാണാൻ തുടങ്ങി. കണ്ടില്ലേ? ഒരൊറ്റ പ്ലെയിനിൽ that the animal can divide into two equal halves only by a single plane that is passing from anterior to posterior, because their most of the organs are arranged on two sides. ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഒരെണ്ണം, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ശരീരത്തിൽ. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഡിവൈഡ് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ സിംഗിൾ പ്ലെയിൻ. സിംഗിൾ പ്ലെയിൻ. ദാറ്റ് ഈസ് വൈ ബൈലാറ്ററൽ സിമെട്രി. ഇതിന് ഇങ്ങനെയാണ് മുറിച്ചതെന്ന് വെച്ചാൽ നമുക്ക് തലയും വാലുമായിട്ട് തിരിയുള്ളൂ അല്ലേ? ഇപ്പൊ ഇങ്ങനെ തന്നെ മുറിക്കണം. നമുക്കും എന്ത് സിമെട്രിയെ കാണുക? യെസ്, ഇവിടം തൊട്ട് എല്ലാ ഫൈലത്തിലും നിങ്ങൾക്ക് കാണാം ബിലാറ്ററൽ സിമെട്രി ഓർ ബൈലാറ്ററൽ സിമെട്രി ആണ് കാണുക. ഈ ഫൈലം തൊട്ട് എല്ലാ ഫൈലത്തിലും. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഇവിടം തൊട്ട് നമ്മൾ സിമെട്രി ഓർക്കുമ്പോൾ എപ്പോഴും ഈ ബൈലാറ്ററൽ സിമെട്രി ഓർത്തിരിക്കാം. ദെൻ ബോഡി പ്ലാൻ. ബോഡി പ്ലാൻ ഇപ്പോഴും പഴയതുമല്ല നിൽക്കണേ. എന്താ സംഭവം? ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ. ഇതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. നമുക്ക് കാണാം കേട്ടോ, അത് അടുത്ത സ്ലൈഡിൽ. ബ്രാഞ്ച്ഡ് ഇൻഡസ്റ്റൈൻ വിത്തൗട്ട് എയ്നസ്. അതുകൊണ്ടാണ് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ ട്രാക്റ്റിലോ സിംഗിൾ ഓപ്പണിങ് ഈസ് പ്രസന്റ്. ഇനി ബോഡി കണ്ടീഷൻ നോക്കൂ, ഇവിടെ ഒരു വ്യത്യാസം വന്നൂല്ലേ? എന്താ ബോഡി കണ്ടീഷൻ? ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി കണ്ടീഷൻ പ്രസന്റ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി കണ്ടീഷൻ, ബോഡി വാൾ വിത്ത് 3 ലെയേഴ്സ്. അപ്പൊ പുതിയതായിട്ട് വന്ന ലെയർ ഏതാ? മീസോഡേം. കണ്ടോ, ഇതിന് സെക്ഷൻ എടുത്ത് വെച്ചേക്ക് ഇതിനെ. അപ്പൊ നമുക്ക് കാണാം എക്ടോഡേം, എൻഡോഡേം, ഇടയില് വേറെ ഈ ഒരു ലെയർ, ദ മീസോഡേമൽ ലെയർ. എക്ടോഡേം, എൻഡോഡേം, മീസോഡേമൽ ലെയർ. ഈ മീസോഡേമൽ ലെയറിൽ പല പല ഓർഗൻസ് ഇങ്ങനെ കാണാം. പക്ഷേ ഈ ഓർഗനുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, ആ സ്പേസ് ഒന്നും ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ആ സ്പേസിലൊക്കെ ഫിൽ ചെയ്ത് വെച്ചേക്കുക കുറച്ച് സെല്ലുകൾ, പാരൻകൈമ സെല്ലുകൾ വെച്ചിട്ട്. അതുകൊണ്ട് ദർ ഈസ് നോ സ്പേസ് ഇൻ ദ ബോഡി വാൾ. ബോഡി വാളിൽ വല്ല സ്പേസ് കാണോ? ഇല്ല, എല്ലായിടവും ഫിൽഡ് ആണ്.
അതുകൊണ്ട് which type of body cavity? A coelom. Hence they are acoelomate animals. അതുകൊണ്ടാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് കാണുമ്പോൾ തന്നെ they are acoelomate animals എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ട്. മൗത്ത്, ഫാരിങ്സ്, ഇൻറ്റസ്റ്റൈൻ, കണ്ട ബ്രാഞ്ചഡ് ഇൻറ്റസ്റ്റൈൻ, ഇതിൻ്റെ ഫാരിങ്സ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഫാരിങ്സ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടാൻ പറ്റും. എന്നിട്ട് അത് ഭക്ഷണത്തിനെ ഈ ഫാരിങ്സ് വെച്ച് വലിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ഇൻറ്റസ്റ്റൈനിൻ്റെ കണ്ട ബ്രാഞ്ചഡ് ഇൻറ്റസ്റ്റൈൻ ഈസ് പ്രസൻറ്റ്, എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങോട്ട് സപ്ലൈ ചെയ്യും. എന്നിട്ട് എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് ആ ഫുഡ് മെറ്റീരിയലിൻ്റെ ന്യൂട്രിയൻസിനെ കൊടുക്കും. ഓക്കെ. ഇനി പാരസൈറ്റുകളാണെങ്കിൽ ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ത്രൂ ദ ബോഡി സർഫസ്, ഹെൻസ് നോ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത്ര പോലും ഡൈജസ്റ്റീവ് സിസ്റ്റം പാരസൈറ്റ്സിൽ കാണൂല്ല. അതിൻ്റെ ബോഡി സർഫസ് കൂടെ സ്പോഞ്ചി കൂടെ വലിക്കണ പോലെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. അതുകൊണ്ട് അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റവും സർക്കുലേറ്ററിയും ഒന്നും പാരസൈറ്റ്സിന് ഉണ്ടാവില്ല. ഇനി നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞു. ഫ്ലെയിം സെൽസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ ആൻഡ് that flame cells also help in water balance, osmo regulation. ഇനി നെർവസ് സിസ്റ്റം. ഇതിൻ്റെ നെർവസ് സിസ്റ്റം കണ്ടോ, കുറച്ചുകൂടി ഇതിനൊരു തലയൊക്കെ ഉണ്ടായി വന്നല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ബ്രെയിൻ പോലെ ഒരു ഭാഗം, ആ നെർവിൻ്റെ അറ്റം ഇത്തിരി വികസിച്ച് ബ്രെയിൻ പോലെ ആയിട്ടുണ്ട്. അപ്പം ഇത്തിരി തലയൊക്കെ വന്ന ആളാണ് അല്ലേ ഇയാൾ. നെർവസ് സിസ്റ്റം. ഓക്കെ. എന്നിട്ട് ദാറ്റ് ബ്രെയിൻ വിത്ത് 2 longitudinal nerve cord ഓൺ ലാറ്ററൽ സൈഡ്, കണ്ട രണ്ട് സൈഡിൽ കൂടെയും 2 നെർവ് കോഡ് പോവുക. എന്നിട്ട് ദാറ്റ് നെർവ് കോഡ് ആ കണക്റ്റഡ് ബൈ കമ്മീഷേഴ്സ്, ട്രാൻസ്വേഴ്സ് കമ്മീഷേഴ്സ് അറ്റ് ഇന്റർവെൽസ്. ഇടയിൽ ഇങ്ങനെ ഓരോ ട്രാൻസ്വേഴ്സ് കമ്മീഷേഴ്സ് വെച്ച് കണക്ട് ചെയ്തേക്കുക. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു ലാഡർ പോലെ. അതുകൊണ്ട് വിച്ച് ടൈപ്പ് നെർവസ് സിസ്റ്റം പ്രസന്റ്? ladder like a nervous system present. Then ഇവർക്കും നല്ല പവർ ഓഫ് റീജനറേഷൻ കാണിക്കൂട്ട. ഇതിൻ്റെ തലയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വീണ്ടും തല വരും, വാല് മുറിച്ച് കഴിഞ്ഞാൽ വീണ്ടും വാല് വരും. ചിലപ്പോൾ തല ഇങ്ങനെ 2 കഷ്ണാക്കിയിട്ട് മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ആ റീജനറേറ്റീവ് പവർ, അതിൻ്റെ ജീനിൻ്റെ പ്രത്യേകതയൊക്കെ നന്നായി പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ഏത് ജീനാണ് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റീജനറേഷൻ കാണിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മുടെ കയ്യോ കാലൊക്കെ മുറിഞ്ഞ ആ ജീനുകളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലൊക്കെ വളർത്താൻ അല്ലേ. അത്രയും പരീക്ഷണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീജനറേറ്റീവ് പവർ ഈസ് വെരി ഹൈ. ദെൻ റീപ്രൊഡക്ഷൻ they are hermaphrodites, നേരത്തെ പോലെ തന്നെ. ഫെർട്ടിലൈസേഷൻ ഇവിടെ പക്ഷേ ഇന്റേണൽ ആണ്. കാരണം ഇവര് ഹെർമാഫ്രോഡൈറ്റ് ആണ്, സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ആണ്. പക്ഷെ ഇവരുടെ ഈ സെക്സ് സെൽസ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട സൂത്രമായി. അപ്പൊ പിന്നെ അവർക്ക് യാതൊരു കൺട്രോൾ നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ തന്നെ സെക്സ് സെല്ലൊക്കെ 2 പേരും 2 ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഫെർട്ടിലൈസേഷൻ അവരുടെ ശരീരത്തിന്റെ അകത്ത് വെച്ച് നടത്തും. അപ്പൊ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. എന്നാൽ ഫെർട്ടിലൈസ്ഡ് ഓവം ലാർവൽ സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകും. അതുകൊണ്ട് ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ്. ഇതൊരു പാരസൈറ്റ് ടൈപ്പ് വർമിന്റെ സെഗ്മെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന എഗ് ഫോർമേഷൻ ആണ് ഈ കാണിച്ചത്. ഇതിനൊരു യൂട്രസ്, ഒരു ഓർഗൻ അല്ലെ, യൂട്രസ് പോലത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിട്ട് അതിനകത്ത് ഈ ഓവൊക്കെ ഇങ്ങനെ ഇരുന്ന് വലുതാവും. ആൻഡ് ഫൈനലി ഇറ്റ് എംപ്റ്റീസ് ഔട്ട്. നമുക്ക് നോക്കാം, എക്സാമ്പിൾസിൽ കൂടി ഒന്ന് കടന്നു പോവാം. നമ്മൾ പറഞ്ഞു പ്ലനേറിയ ഒരു ഫ്രഷ് വാട്ടർ പ്ലാറ്റിഹെൽമിന്തിന് ഉദാഹരണമാണ് കേട്ടോ. ഫ്രീ ലിവിങ് ഫ്രഷ് വാട്ടർ പ്ലാറ്റിഹെൽമിന്തസ്. എക്സാമ്പിൾ പ്ലനേറിയ എഴുതി വെച്ചേക്കണേ. ഈസ് ദ പാരസൈറ്റ് ലിവർ ഫ്ലൂക്ക്. അതിൻ്റെ വേറെ സയന്റിഫിക് നെയിമാണ് ഫാസിയോള, കോമൺ നെയിം ലിവർ ഫ്ലൂക്ക്. അപ്പോൾ ഇത് എവിടെയായിരിക്കും അറ്റാച്ച് ചെയ്ത് കാണുക? യെസ്, liver, mostly on goat or sheep, and causing infection in their liver rot, liver disease ഉണ്ടാക്കും. ഫാസിയോള ഹെപ്പാറ്റിക്ക എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ഫാസിയോള നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്രയും പണ്ടുള്ളൂ. ദെൻ
ടീനിയ പല സ്പീഷീസ് ഉണ്ട്. ടീനിയ സോളിയം, ടീനിയ സജിനേറ്റ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കോമൺ നെയിം ടേപ്പ് വോം. കണ്ടില്ലേ, ഒരു 4 മീറ്ററൊക്കെ ഏകദേശം നീളത്തിലാണ് ഇത്. ഇതിൻ്റെ തല എവിടെയാണെന്നറിയോ? ഈ പോയിന്റാണ് ഇവിടെ നമ്മൾ വലുതാക്കി കൊടുത്തേക്കണത്. ദ സ്കോളക്സ് ഓഫ് ടേപ്പ് വേം എന്നാണ് അതിന് പറയാ. ഇതില് സക്കേഴ്സ് കാണും, കണ്ടോ? ദീസ് ആർ ദ സക്കേഴ്സ്. ഇത് വെച്ചിട്ടാണ് അത് ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെ വലിച്ചെടുക്കുകയും എല്ലായിടത്തും പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുക. ആൻഡ് ദ റോസ്റ്റലം എന്ന് പറയും ഏറ്റവും മോൾ ഭാഗം, അവിടെ കണ്ട ഹുക്സ് കണ്ട, 2 റോസ് ഓഫ് ഹുക്സ് പ്രസന്റ്. ഈ ഹുക്സ് വെച്ചിട്ട് ഇത് ഇൻഡസ്റ്റൈനിൽ പറ്റിയിരിക്കും, പിന്നെ പോവില്ല, അത് അറ്റാച്ച് ചെയ്ത് കിടക്കും നമ്മളുടെയൊക്കെ ഇൻഡസ്റ്റൈനിൽ. എന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കി ഭാഗം നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വെറുതെ ഇങ്ങനെ കിടക്കും. ഇതിന്റെ നെക്ക് റീജിയൻ, ഈ ഹെഡ് കഴിഞ്ഞാൽ താഴെ ഒരു നെക്ക് റീജിയൻ ഇല്ലേ, ഇവിടുന്ന് പുതിയ പുതിയ സെഗ്മെന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന്റെ വളർച്ച തുടങ്ങണത് ഈ തൊട്ട് താഴേന്ന, ഭക്ഷണമൊക്കെ വലിച്ചെടുക്കുക, തൊട്ട് താഴേന്ന് ഇങ്ങനെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ സെഗ്മെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ സെഗ്മെന്റ് ആണ് ഇപ്പൊ ഇത് ഏറ്റവും ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന സെഗ്മെന്റാ, ഇപ്പൊ ഇത് ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും ഈ സെഗ്മെന്റിൽ നിറയെ എഗ്സ്, നേരത്തെ കണ്ടല്ലോ നമ്മൾ എഗ്സ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ഈ സെഗ്മെന്റിൽ. ആൻഡ് ഫൈനലി ദാറ്റ് സെഗ്മെന്റ് ഈസ് റിലീസ്ഡ് ത്രൂ ദ ഫീക്കൽ മാറ്റർ ഓഫ് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഡസ്റ്റൈൻ, അയാളുടെ ഇൻഡസ്റ്റൈനിൽ അങ്ങനെ അവസാനം കിടക്കുന്നുണ്ടാവുമല്ലോ, അത് അയാളുടെ ഫീക്കൽ മാറ്റർ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റിന്റെ കൂടെ അതും എക്സ്ക്രീറ്റയുടെ കൂടെ അതും പോവും. എന്നിട്ട് ഈ ചില ആളുകൾ അതെല്ലാം ടോയ്ലറ്റിൽ അല്ലാതെ പുറത്തൊക്കെ നിർവഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ഗ്രൗണ്ടിൽ ചെന്ന് വീഴും. അപ്പൊ അവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടാവും ഈ ആള്, ദ പിഗ്. അത് പോയിട്ട് അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ. അപ്പൊ അത് പോയി അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ ഇൻഡസ്റ്റൈനിൽ പോവും. അതിൻ്റെ ഇടയ്ക്ക് അത് ആ എഗ്സ് ഹാച്ച് ചെയ്ത് ചിലപ്പോൾ ലാർവ ആയിട്ടുണ്ടാവും. ആ ലാർവ അതിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ബ്ലഡ് വഴി അതിൻ്റെ തന്നെ മസിൽസിലേക്ക് ചെല്ലും. അപ്പൊ മസിൽസ് ആർ ഇൻഫെക്റ്റഡ് എന്ന് പറയും. മസിൽസിൽ ഈ എഗ്സ് ഉണ്ടാവും, ഈ ലാർവയുടെ എഗ്സ്. അത്തരം മസിലിനെ പറയുന്ന പേരാണ് മീസിലി പോർക്ക്. അപ്പോ നമ്മൾ മനുഷ്യര് ഇപ്പോഴത്തെ പുതിയ ലൈഫ് സ്റ്റൈലിലൊക്കെ ഭക്ഷണമൊന്നും നന്നായി ഈ പോർക്ക് അതൊന്നും നന്നായി എന്ത് ചെയ്യില്ല, നോട്ട് പ്രോപ്പർലി കുക്ക്ഡ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ചൂട് ഒക്കെ ചെയ്തിട്ടൊക്കെ കഴിക്കില്ലേ. അങ്ങനെ വരുമ്പോ അത് നന്നായി വേവിക്കില്ല. അപ്പോ not properly cooked food, if consumed, it enter into the intestine, where these eggs are again hatched and produce these structures attaching to the intestinal wall by the hooks, and it absorb the nutrient digested food material from our intestine and again grow and multiply. അപ്പൊ ഇത് വലുതാവുമ്പോ ഇതെന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ആരാ കഴിക്കണേ, സുഖമായിട്ട് ഇവരിരുന്ന് കഴിക്കും. അങ്ങനെ വേറൊരാളുടെ ശരീരത്തിൽ കയറിയിരുന്ന് നമ്മളുടെ ഫുഡിനെ അടിച്ചു മാറ്റി കഴിക്കുന്നത് കൊണ്ടാണ് ഇവരെ ഏത് ഗ്രൂപ്പിൽ പെടുത്തിയത്, പാരസൈറ്റ്. ദാറ്റ് ഈസ്, ഈ പാരസൈറ്റ് ശരീരത്തിന്റെ അകത്ത് കാണുന്നത് കൊണ്ട് ഈ പാരസൈറ്റിന് എന്താ പേര്, എൻഡോ പാരസൈറ്റ്. നമ്മളത് ഫസ്റ്റിൽ പഠിച്ചു അത്. എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ടീനിയ, ടേപ്പ് വേം, കോസിങ് ടേപ്പ് വേം ഡിസീസ്. ഓക്കെ, ഇയാൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതുള്ള ടെക്സ്റ്റിൽ ഇല്ല, എന്നാലും ഞാൻ തന്നതാണ്. ദാറ്റ് ഈസ് ബൈപ്പാലിയം, ചട്ടുകത്തലയൻ, ഹാമർ ഹെഡഡ് പ്ലാറ്റിയൽ മീൻത് എന്നൊക്കെ പറയും. ഇയാളെ കണ്ടിട്ടുണ്ടാവും വല്ലപ്പോഴൊക്കെ, ചിലപ്പോൾ വീടുകളിലൊക്കെ കയറി വരാം, മധുരമിലൊക്കെ കയറി വരാം. ഇത് കുറച്ച് ഇതിനൊരു പോയിസൺ, ന്യൂറോടോക്സിക് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ ഒരു പോയിസൺ കൊണ്ട് നമുക്ക് അത്ര വലിയ കണ്ടീഷൻസ് ഉണ്ടായിട്ടല്ല, ചിലവർക്ക് അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് ആക്ച്വലി ഇതിന്റെ പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സിനെ നശിപ്പിക്കാനായിട്ട്, പാരലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട് ഇയാള്. ഇതിന്റെ പേരാണ് ബൈപ്പാലിയം. എർത്ത് വേംസിനെയാണ് ഇത് സാധാരണ അങ്ങനെ, ഇത് പോയി എർത്ത് വേമിനെ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എർത്ത് വേം പാരലൈസ്ഡ് ആവും. അപ്പൊ പിന്നെ അതിന്റെ മീതെ കുറേ നേരം പിണഞ്ഞിരുന്ന ആ എർത്ത് വേമിനെ ഇങ്ങനെ കുറേശ്ശെ ഡൈജസ്റ്റ് ചെയ്ത് എന്താണ് സിംപ്ലി ഡൈലൂട്ടഡ് ആക്കിയിട്ട് ഇങ്ങനെ അതിന് വലിച്ച് എടുക്കാൻ പറ്റും. അതാണ് ബൈപ്പാലിയം. ഓക്കെ,
ഒരു ഫ്രീ ലിവിങ് ടെറിസ്ട്രയൽ പ്ലാറ്റിയൽമിന്താണ് ബൈപാലിയം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാല്ലേ. ഓക്കെ, നന്നായി പഠിച്ചു വരൂ കേട്ടോ. താങ്ക് യു ചിൽഡ്രൻ.